നമസ്കാരം, ഞാൻ ലിബീഷ്, MMJSS EI. നമുക്കറിയാം, നാട്ടിൽ കഠിന വരൾച്ചയും ചൂടുമൊക്കെയായിട്ട് ആളുകൾ പൊറുതിമുട്ടുകയാണ്. ആ സമയത്താണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴയും ഒക്കെ കിട്ടി നല്ല തണുത്ത അന്തരീക്ഷമൊക്കെ ആയിട്ട് EOയിൽ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. എന്നിരുന്നാലും 2 ദിവസം മുമ്പ് ഇവിടെ സാൻഡ്സ്റ്റോം കാരണം നമ്മുടെ അന്തരീക്ഷം മൊത്തം പൊടിമയമായിരുന്നു. ഈ സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ അല്ലെങ്കിൽ ഓഫീസുകളുടെ വിൻഡോസും ഡോർസും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് സൂക്ഷിക്കുക. കാരണം നമ്മുടെ എല്ലാ ബിൽഡിങ്ങിലും ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ സ്മോക്ക് ഡിറ്റക്ടേഴ്സിന്റെ സെൻസേഴ്സിൽ നമ്മൾ ഡോർ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഫാൾസ് അലാം പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഫാൾസ് അലാം വരുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ ആരും അത് അത്ര കാര്യമാക്കി എടുക്കത്തില്ല. ഒരു റിയൽ കേസ് വരുന്ന സമയത്ത് പുലി വരുന്നേ എന്ന് പറയുന്ന പോലെ ഒരു ജെന്യൂൻ എമർജൻസി വരുമ്പോൾ ആളുകൾ ആരും ബിൽഡിങ്ങിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ചിലപ്പോൾ ജീവനും സ്വത്തിനും എല്ലാം ആപത്ത് വരാൻ കാരണമായി തീരും. അതുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഫയർ സിസ്റ്റം സർവീസ് പ്രൊവൈഡറിനോ മാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അത് റിയൽ ടൈമിൽ മാത്രം ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആ ബിൽഡിംഗ് പ്രോപ്പർട്ടി മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ ബിൽഡിംഗ് സർവീസ് പ്രൊവൈഡറിയോ മാത്രം ഉത്തരവാദിത്തമല്ല. ആസ് എ ടീം നമുക്ക് ഒത്തൊരുമിച്ച് നിന്നാൽ നമ്മുടെ ആ കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ആ ബിൽഡിങ്ങിനെ മൊത്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും നമുക്ക് കഴിയും. അപ്പോൾ വി ആർ ഹിയർ, MMJSS with you, always with you, to protect your life and property through innovative solution. Thank you for watching the video.